നമസ്കാരം. പ്രായമാകുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് പലവിധ ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾ പിടിപെടാറുണ്ടല്ലേ. ഇതിൻ്റെ എല്ലാം തന്നെ ഉദ്ഭവസ്ഥാനം നമ്മുടെ വയറാണ് എന്ന് വേണം പറയാൻ. അഗ്നിദേഹേ സ്ഥിതോ നിത്യം ബലവർണ്ണപ്രദ സ്മൃത എന്നുള്ളത് അഷ്ടാംഗ ഹൃദയത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള ദഹനശക്തിയുണ്ട്, ശരിയായിട്ട് ദഹനം നടക്കുന്നു, നിങ്ങളുടെ മെറ്റബോളിസം നോർമലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബലം അല്ലെങ്കിൽ ശരീരത്തിന് നല്ല ഒരു ബലം കിട്ടാനും വർണ്ണപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ശരീരകാന്തി, നല്ല സൗന്ദര്യം ഒക്കെ തന്നെ വരുത്താനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ വയറ് കേടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൽ പല ഇറിറ്റേഷൻസ്, ചില സ്കിൻ ഡിസീസ് ആയിട്ട് നമുക്ക് കാണപ്പെടാം, അല്ലെങ്കിൽ മുഖത്ത് കൂടുതൽ കുരുക്കളായിട്ട് കാണപ്പെടാം. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അതിൻ്റെ വഴി, ഈവൻ മുടി കൊഴിച്ചിൽ വരെ ഈ വയറ് സ്തംഭിക്കുന്നത് വഴിയൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യുന്ന ഈ 6 കാര്യങ്ങൾ, 6 മരുന്ന് കൂട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിലൊന്നാമത്തേത് ത്രിക്കട്ടു ചൂർണമാണ്. തിപ്പലി, കുരുമുളക്, ചുക്ക്, ഈ 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ത്രിക്കട്ടു ഉള്ളത്. ഇത് സമമായിട്ടുള്ള അളവിൽ, ഇത് ത്രിക്കട്ടു ചൂർണമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങാടി കടയിൽ പോയിട്ട് ചുക്കും കുരുമുളകും തിപ്പലിയും ഒരേ അളവിൽ വാങ്ങി കൊണ്ടുവന്നിട്ട് അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഫദോഷത്തെയൊക്കെ കുറയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അമിതമായിട്ട് വണ്ണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നല്ലതാണ്. എന്ന് മാത്രമല്ല, ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആസ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ചുമ, ജലദോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള കഫക്കെട്ടൊന്നും മാറാണ്ട് ഇരിക്കുക എന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ത്രിക്കട്ടു ചൂർണത്തിന് ഉപയോഗിക്കാം. ഇനി ഇതിനൊക്കെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴി പറയട്ടെ. ഒരു 1/2 സ്പൂൺ ത്രിക്കട്ടു ചൂർണം തന്നെ തേനിൽ ചാലിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത്തിരി തീക്ഷ്ണമുള്ളതായതുകൊണ്ട് ഒരളവിൽ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അത് ഗ്യാസ്ട്രൈറ്റിസ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 1/2 സ്പൂണിൽ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിലും കുറഞ്ഞ ഒരു പിഞ്ച് തന്നെ എടുത്താലും മതി. ഇത് ഇടയ്ക്ക് ഒരു 2-3 നേരമായിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ദീപനം ശ്ലേഷ്മ മേധോക്ന കുഷ്ഠപീനസ നാശനം എന്നുള്ളതും ഈ ഒരു ത്രിക്കട്ടു കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ശ്ലേഷ്മം, കഫത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുഷ്ഠരോഗമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ വരുന്ന ചില അസുഖങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ സഹായിക്കും. അല്ലെങ്കിൽ അഗ്നിദീപ്തി ഉണ്ടാക്കാൻ, വിശപ്പിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ്. പീനസമുള്ള അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, ജലദോഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മാറ്റാൻ ഈ ത്രിക്കട്ടു ചൂർണം മാത്രം മതി. ആസ്മ രോഗികളൊക്കെ ഒട്ടും മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ കൂടി ചേർന്നിട്ട് വളരെ വയ്യാത്തൊരവസ്ഥയിലും ഇവർക്ക് പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മാറ്റം വരാതിരിക്കുമ്പോൾ ഈ ത്രിക്കട്ടു ചൂർണം മാത്രം കൊണ്ട് കാലങ്ങളായിട്ടുള്ള ആസ്മ മാറിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഗുണകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ത്രിക്കട്ടു. അശ്വഗന്ധാരിഷ്ടം, പറപ്പടകാരിഷ്ടം, ദശമൂലകടത്രയും കഷായം എന്നുള്ളതൊക്കെ ഈ ത്രിക്കട്ടു ചേർത്തിട്ടുള്ള യോഗങ്ങളാണ്. അതുപോലെ ഇത് അണുബാധയിൽ നിന്നൊക്കെ തടയാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ചൂർണം കൂടിയാണ്. അതുകൂടാതെ നമുക്ക് സ്കിന്നിൽ ഇത്തരം പ്രശ്നങ്ങൾ, എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ത്രിക്കട്ടു ചൂർണം ഒരു 1/2 സ്പൂൺ എടുക്കാം. അതിലേക്ക് ഹരിതക്കി പൊടി, അതുപോലെ അല്പം ശർക്കര, കുറച്ച് എള്ളെണ്ണ, ഇത് 1 മാസം വരെ തുടർച്ചയായിട്ട് കഴിച്ചാൽ ചരക സംഹിതയിൽ പറയുന്നുണ്ട് വളരെയധികം മാറ്റം കണ്ടുവരുന്നു എന്നുള്ളതൊക്കെ. അതുപോലെ അസൈറ്റിസ് കണ്ടീഷനിൽ അതിനായിട്ട് ഒട്ടും നെയ്യില്ലാത്ത, ഫാറ്റ് ഇല്ലാത്ത മോരെടുക്കാം. അതിലേക്ക് അയമോദകം, അതുപോലെ റോക്ക് സാൾട്ട്, ഇന്ദുപ്പും കൂടെ ചേർത്തിട്ട് ചെറിയ ജീരകവും കൂടെ ചേർത്ത് ഈ ത്രിക്കട്ടു ചൂർണം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഈ ഒരു മോരിൽ കലക്കി കുടിക്കുന്നത് ഇതുപോലുള്ള അസൈറ്റിസ് കണ്ടീഷനിൽ, വയറ് വീർത്ത് വരുന്ന ആ ഒരു കണ്ടീഷനൊക്കെ കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇനി രണ്ടാമത്തേത് അവിപത്തികര ചൂർണമാണ്. ഇതൊന്നും ദിവസം ഉപയോഗിക്കേണ്ട ഒന്നല്ല. അവിപത്തികര ചൂർണം എന്നൊക്കെ പറയുമ്പോൾ വയറ് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള മലശോധനയൊന്നും നടക്കാത്ത ആളുകൾക്കൊക്കെ തന്നെ വയറിനെ ക്ലീൻ ആക്കാനായിട്ട് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നല്ല തണുപ്പ് കാലാവസ്ഥയിലോ അല്ലെങ്കിൽ മഴയുള്ള കാലാവസ്ഥയിലോ ഒക്കെ തന്നെ ചെയ്യുന്നത് ഏറെ ഉത്തമവും കൂടിയാണ്. അസിഡിറ്റി, മലബന്ധം, പിത്തദോഷം കുറയ്ക്കാനായിട്ട്, ദഹനം മെച്ചപ്പെടുത്താൻ, ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ, വയറിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ത്രിവൃത്തും ആമലകിയും തുടങ്ങിയ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചൂർണമായതുകൊണ്ട് തന്നെ
ഇത് മലശോധന സുഗമമാക്കാൻ ഏറെ വിശേഷമുള്ളതാണ്. അതുകൊണ്ട് ഒരു 5 മുതൽ 15 ഗ്രാം വരെ നമുക്ക് തേനിലോ ചൂടുവെള്ളത്തിലോ ആയിട്ട് കലക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും ഇത് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഉപയോഗിക്കാൻ നല്ലത്. ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അല്പം കുടിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് 10 ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റ് ഉണ്ടാവും, അത് തന്നെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് ഇളകി പോവുകയും അതുവഴി തന്നെ നമുക്ക് വയറിനെ മൊത്തത്തിൽ ഒന്ന് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദഹന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ അതുവഴി നിങ്ങൾക്ക് സഹായകരമാവും. അപ്പോൾ ഈ മുടി കൊഴിച്ചിലും സ്കാൽപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്നവരും അതുപോലെ വായ്പുണ്ണ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് വയറ് കേടാവുന്നതിൻ്റെ ഒരു റീസൺ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വയറിനെ ഒന്ന് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ പലർക്കും തന്നെ ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനും ഒക്കെ നല്ലൊരു മാർഗമായിട്ട് ഇത് മാറാറുണ്ട്. അതുപോലെ മൂന്നാമത്തേത് ജീരകാരിഷ്ടമാണ്. ജീരകാരിഷ്ടം ഭക്ഷണശേഷം നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഒരു 25 ml ഒക്കെ കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീരകാരിഷ്ടം എന്ന് കേൾക്കുമ്പോൾ ഗർഭാശയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഗർഭാശയത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒന്ന് മാത്രമായിട്ടാണ് കണക്കാക്കാറുള്ളത്. ശരിയാണ്, അതിന് വളരെ ഉതകുന്ന ഒന്നാണ്. എങ്കിലും ഇത് വായു സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചിലർക്കൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് ദഹിക്കാതെ വന്ന് വയറിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ടല്ലോ, അതിലൊക്കെ ദിവസേന ഉപയോഗിക്കാനല്ല കേട്ടോ, ആ ഒരു സമയത്ത് ഒരു 10 ml ജീരകാരിഷ്ടവും അതുപോലെ തന്നെ ഒരു 10 ml മുസ്താരിഷ്ടവും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഒരു ധാന്വന്തരം ഗുളിക നന്നായിട്ട് ചാലിച്ച് ചേർത്ത് കഴിക്കുകയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ ഒരു വയറൊക്കെ തന്നെ താനെ ചുരുങ്ങി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടും കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടാവുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ജീരകാരിഷ്ടം ഏറെ നല്ലതാണ്. ഇനിയിപ്പോൾ ജീരകാരിഷ്ടമായിട്ട് തന്നെ കഴിക്കണം എന്നില്ല, പ്രമേഹ രോഗികൾക്കൊക്കെ ജീരകാരിഷ്ടം അത്ര പഥ്യമല്ല എന്നുള്ളത് ഓർക്കണം. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീരകം, ഒരു സ്പൂൺ ജീരകം ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഈ ജീരക വെള്ളം കുടിച്ചാൽ തന്നെ ധാരാളമായി. ഇനി ജീരകമൊന്നും തന്നെ അധികമായിട്ട് ഉപയോഗിക്കരുത്. ഇത് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കോൺസെൻട്രേറ്റഡ് ഫോമിൽ ഉണ്ടാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഗ്യാസിൻ്റെ പ്രശ്നമോ വിശപ്പില്ലായ്മയോ അല്ലെങ്കിൽ ഇതുപോലെ വയറ് ഉരുണ്ട് മറിഞ്ഞുള്ള അത്തരം അവസ്ഥകളൊക്കെ മാറ്റാനായാലും സ്ത്രീകൾക്ക് തന്നെ പ്രസവശേഷമൊക്കെ തന്നെ ചുമ നിൽക്കാണ്ട് വരുമ്പോൾ ചുമയ്ക്കുമ്പോൾ യൂറിൻ പോലും പാസ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മാറ്റാനും ഈ ജീരകാരിഷ്ടം ഏറെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ നാലാമത്തേത് ചവനപ്രാശമാണ്. ചവനപ്രാശം എന്നുള്ളത് നിത്യയൗവനം നിലനിർത്താനായിട്ടുള്ള ഒരു രസായന കൂട്ടാണെന്നറിയാലോ. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് ശീലിക്കുന്നത് ഈ ഒരു നിത്യയൗവനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമൊന്നുമല്ല. ഇത് ചുമ ജലദോഷം പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നത് തടയിടാനും അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനും മുടിയുടെ വളർച്ച ശക്തമായ ഔഷധ സസ്യങ്ങൾ, സുഗന്ധി വ്യഞ്ജനങ്ങൾ, ധാതുക്കൾ, വൈറ്റമിൻ സി ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തിക്കും പുനരുജ്ജീവന ഗുണങ്ങളും ഒക്കെ ഇതിന് അതുകൊണ്ട് തന്നെ ഉണ്ട്. ഇനി ശ്വാസകോശത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദഹനാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തിക്കും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ സി, പ്രോട്ടീൻ, ഡയറ്ററി നാരുകൾ, സോഡിയം, ധാരാളം ആൽക്കലോയിഡുകൾ, സാപ്പോണിനുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പോഷണങ്ങളുടെ ഒരു കൂട്ട് തന്നെയാണിത്. ഹൃദയം, രക്തക്കുഴലുകൾ എന്നിവയ്ക്ക് മികച്ച ഒരു മരുന്ന് കൂട്ടുകൂടിയാണ്. കൂടാതെ കൊളസ്ട്രോളിൻ്റെ അവസ്ഥയൊക്കെ തന്നെ കുറയ്ക്കാനൊക്കെ നിയന്ത്രിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ശരീരത്തിന് ഗുണപ്രദമായ എല്ലാ ഔഷധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും പരസ്പരം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു രസായന കൂട്ടായതുകൊണ്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയിൽ നമ്മൾ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. ഇതിൽ തന്നെ നെല്ലിക്ക, ആര്യവേപ്പ്, തിപ്പലി, അശ്വഗന്ധ, വെള്ളചന്ദനം, തുളസി, ഏലക്ക, നിർമരുത്, ബ്രഹ്മി, കുങ്കുമപ്പൂവ്, നെയ്യ്, തേൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വായുക്ഷോഭം തടയാനൊക്കെ ഏറെ നല്ലതാണ്. വയറുവേദന, വയറ് വീർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ദഹനക്കേട്, അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാര മാർഗമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ നീർമരുതും മമുക്കൂരും ഒക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് പുനരുൽപാദന പ്രവർത്തനങ്ങൾക്കൊക്കെ പേര് കേട്ട ഒന്ന് തന്നെയാണ് ചവനപ്രാശം. ഒരു സ്പൂൺ വീതം കഴിക്കുന്ന സമയത്ത് ചൂടുള്ള പാലിൻ്റെ കൂടെയും കൂടെ ആവുമ്പോൾ നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇതിൻ്റെ മുഴുവൻ ഗുണങ്ങൾ ശരീരത്തിന് ആഗിരണം ചെയ്യാനും സഹായിക്കുന്ന രീതിയിലാവും. വളരെ നല്ലൊരു വാജീകരണ ഔഷധം കൂടെയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഔഷധക്കൂട്ടെന്ന് പറയുന്നത് ഹിംഗു അഷ്ടക ചൂർണമാണ്. മോരിൽ ചേർത്ത് കഴിക്കാൻ പറ്റുന്നതാണ് ഹിംഗു അഷ്ടക ചൂർണം. ദഹനക്കേട്,
ഗ്യാസ്, വയറുവീർക്കൽ, മലബന്ധം ഇവയ്ക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മികച്ച മരുന്നാണ്. ഇത് വിശപ്പ് വർദ്ധിപ്പിക്കാനും ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനമൊക്കെ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തോടൊപ്പം നെയ്യ് ചേർത്ത് കഴിക്കാൻ നിർദ്ദേശിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മോരിൽ ചേർത്ത് കഴിക്കാവുന്നതുമാണ്. ഇനി വാദസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന വേദനയും വീക്കൊക്കെ കുറയ്ക്കാനും നല്ലതാണ്. 1 മുതൽ 3 ഗ്രാം വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഭക്ഷണത്തിൻ്റെ ആദ്യ ഉരുളയോടെയൊപ്പം കുറച്ച് നെയ്യ് ചേർത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് മുൻപ് ചെറു ചൂടുവെള്ളത്തിലോ മോരിലോ കഴിക്കുകയോ ചെയ്യാം. ഇതിൽ തന്നെ കായം, അയമോദകം, ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ജീരകം, സൈന്ധവ ലവണം എന്നിവയൊക്കെ അടങ്ങിയിട്ടും കൂടെയുണ്ട്. അപ്പോൾ ഇത്രയും ഔഷധങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6 കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 6 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനൊക്കെ തന്നെ നിങ്ങളൊരു ഡോക്ടറിനെ നേരിട്ട് പോയി കണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചൊരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താലുണ്ടല്ലോ വളരെ നല്ല ഇഫക്റ്റ് നിങ്ങൾക്ക് ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ നിസാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തി മരുന്ന് കൂട്ടുകളെന്നല്ല ചില ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നെല്ലിക്ക പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ഒരു രസായന പ്രോപ്പർട്ടി കൂടെ ഉള്ളതാണ്. അപ്പം നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തന്നെ നമ്മളെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഉപയോഗിക്കണം എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞത്. കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ളത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ തന്നെ വയറിനെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും ശരിയായിട്ട് ദഹിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ എല്ലാ കോശങ്ങളും ആഗിരണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റുകൾ എവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷാംശമൊക്കെ ഇടയ്ക്കൊന്ന് നീക്കം ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതിന് ഈ ഒരു വീഡിയോ സഹായിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.